നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉപഭോക്താക്കൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1000 രൂപ ലഭിച്ച ആളുകൾക്ക് വീണ്ടും പെൻഷൻ വരികയാണ്. അതുപോലെ തന്നെ അന്ന് പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് ഇനി എന്നാണ് പെൻഷൻ വിതരണം തുടങ്ങുക, അവരുടെ പേര് എന്നാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിരുന്നു സർക്കാർ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ പ്രഖ്യാപിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഏകദേശം 14 ലക്ഷത്തിലധികം ആളുകളാണ് ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇതിൻ്റെ പെൻഷൻ വിതരണം തുടങ്ങിയത്. അന്ന് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് തന്നെ ഏകദേശം 10 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിച്ചത്. ബാക്കി 2-3 ലക്ഷം ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല. പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് അന്ന് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. അതിലിപ്പോൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ബാങ്ക് അക്കൗണ്ടാണ്. ഒട്ടുമിക്ക സ്ത്രീകളും നൽകിയിട്ടുള്ളത് അവർ ഒരുപാട് വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടാണ്. അതിൽ കാര്യമായ പൈസ ട്രാൻസാക്ഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ആ അക്കൗണ്ട് ചിലപ്പോൾ ഫ്രീസിംഗ് മോഡിലായിരിക്കും. അതല്ലെങ്കിൽ 10 വർഷമായി ഉപയോഗിക്കുന്ന അക്കൗണ്ട് EKYC ചെയ്യാൻ സർക്കാർ അറിയിച്ചിരുന്നു. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടും പല ആളുകൾക്കും അവരുടെ അക്കൗണ്ട് ചിലപ്പോൾ ഫ്രീസായിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള അക്കൗണ്ട് ആയതുകൊണ്ടാണ് പല ആളുകൾക്കും ഈ ഒരു അപേക്ഷ അപ്രൂവലായിട്ടും അവരുടെ അക്കൗണ്ടിൽ പണം എത്താത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പണം ലഭിച്ചിട്ടുള്ള ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റും ചെയ്യാനും മറക്കരുത്. നമ്മുടെ വാട്സപ്പിൽ മറ്റും പല ആളുകളും ഇങ്ങനെ കമൻറ്റ് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ അപ്രൂവൽ ആയിട്ടുണ്ട്, ഞങ്ങളുടെ അപേക്ഷ അപ്രൂവൽ ആയിട്ട് ഞങ്ങൾക്ക് പണം ലഭിക്കാത്തത് കൊണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് പല ബാങ്കുകളുടെയും അന്വേഷിക്കുന്ന സമയത്തുമല്ല ഇങ്ങനെയുള്ള അവസ്ഥകളാണ് മനസ്സിലാക്കുന്നത്. നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവുള്ള ബാങ്ക് അക്കൗണ്ട് എന്നാണ് ഉറപ്പുവരുത്തുക. 10 വർഷമോ അതിലധികമോ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ, ആധാർ കാർഡ്, പാൻ കാർഡ് എന്നീ 3 രേഖയുമായി നിങ്ങൾ ബാങ്കിൽ ചെന്ന് EKYC പൂർത്തിയാക്കണം. അതുപോലെ തന്നെ ഒരുപാട് കാലമായി ഇടപാട് നടക്കാത്ത അക്കൗണ്ട് ആണെങ്കിൽ ഇക്കാര്യവും നിങ്ങൾ ബാങ്കിൽ പോയി EKYC പൂർത്തിയാക്കി ബാങ്ക് അപ്ഡേറ്റ് ചെയ്യണം. ആ സമയത്ത് ഒരു 5 രൂപയെങ്കിലും അതിലേക്ക് ഇട്ടിട്ട് ട്രാൻസാക്ഷൻ നടത്തുകയും വേണം. എങ്കിൽ മാത്രമായിരിക്കും സർക്കാരിൽ നിന്നുള്ള ഫണ്ടുകളെല്ലാം ഇങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുകയുള്ളൂ. പല ആളുകളെയും സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് അവർക്ക് അപ്രൂവൽ ആയിട്ടുണ്ട്, പക്ഷേ പണം ലഭിക്കാത്ത ആളുകൾ ഇങ്ങനെ നിർബന്ധമായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് ഇപ്പോഴും സബ്മിറ്റഡ് എന്ന് കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ വാർഡ് മെമ്പറുടെ സഹായത്തോടെ നിങ്ങൾ പഞ്ചായത്തിൽ അന്വേഷണം നടത്തണം. എന്തെങ്കിലും തരത്തിലുള്ള അപേക്ഷയിൽ അപാകതയോ മറ്റോ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുകയും ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും രൂപത്തിലുള്ള അപാകതകൾ അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ കൊടുത്തത് അവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പൂർത്തിയാക്കണം. നമുക്കറിയാം, നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു ഫോൺ നമ്പർ കൊടുത്തിരുന്നു. ആ ഫോണിലേക്ക് ഒട്ടുമിക്ക ആളുകൾക്കും മെസ്സേജുകളും വന്നിട്ടുണ്ട്. അപ്രൂവൽ അത് മെസ്സേജ് വന്നിട്ടുണ്ട്, ചിലത് റിജക്റ്റ് മെസ്സേജുകളെല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. നിർബന്ധമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സർക്കാരിൽ നിന്നുള്ള പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾ എന്ത് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് ഇപ്പോഴും സബ്മിറ്റഡ് കാണുന്ന ആളുകൾ അല്ലെങ്കിൽ റിജക്റ്റ് കാണുന്ന ആളുകൾക്കുള്ള പ്രശ്നം, നമ്മുടെ SLC ബുക്ക്, അതുപോലെ തന്നെ പാൻ കാർഡ്, ആധാർ കാർഡ് പോലത്തെ രേഖകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന രേഖകളിൽ നിങ്ങൾ ചിലപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകുക. അത് ചിലപ്പോൾ ക്ലിയർ കമ്മി ഉണ്ടാകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും അത് അപ്രൂവൽ ആവാതെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ റിജക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇക്കാര്യം കൂടി ഒന്ന് പരിശോധിക്കുക. നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. കാരണം പെൻഷൻ ഇനിയും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെൻഷൻ ലഭിച്ച ആളുകൾക്ക് 1 മാസത്തെ പെൻഷൻ കൂടി വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നാളെ മുതൽ തന്നെ അതിൻ്റെ ഔദ്യോഗികമായുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കും. നമുക്കറിയാം, പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിരുന്നു സർക്കാർ ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇനി വരും കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നിയമസഭാ ഇലക്ഷന് ബാക്കിയുള്ളത്. ആ സമയങ്ങളിൽ മാക്സിമം ആളുടെ കൈകളിൽ പണം എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കുക. ചുവപ്പ് റേഷൻ കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.